അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമീൻ. ഇതാണ് ശരിയായ രൂപം. ഹംസ കഴിഞ്ഞിട്ട് അലിഫുണ്ട്, മദ്ദാണ്. ഹംസക്ക് നീട്ടാനുള്ള മദ്ദാണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആമീൻ. നമ്മൾ സൂറ ഫാത്തിഹ ഓതിയതിനു ശേഷം അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ശേഷം ഒക്കെ നമ്മൾ എന്താണ് ഈ വാക്ക് ഉച്ചരിക്കും, ആമീൻ എന്നുള്ളത്. അല്ലാഹുമ്മസ്തജിബ് ദുആഇ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇസ്തജിബ്, നീ ഉത്തരം നൽകണമേ, ദുആഇ, എൻ്റെ പ്രാർത്ഥനക്ക്. ഇത് ക്രിസ്ത്യൻ യഹൂദ മതങ്ങളിലൊക്കെയും എന്താണ് ഈ ഒരു വാക്ക് പ്രയോഗത്തിൽ കാണാം. അതേ ഉദ്ദേശത്തിൽ തന്നെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന ഉദ്ദേശത്തിൽ തന്നെ ഈ വാക്ക് കാണാം. ഇതിന്റെ ശരിയായ ഉച്ചാരണ രീതി എന്താണ് എന്ന് നോക്കാം. ആമീൻ. നമ്മൾ പറഞ്ഞു ഹംസക്ക് ശേഷമുള്ള അലിഫ് മദ്ദക്ഷരമാണ്, സാധാരണ മദ്ദാണ്. സാധാരണ മദ് എന്ന് പറഞ്ഞാല് മദ്ദുൽ അസ്ലി, മദ്ദു തബീഇ, രണ്ടനക്കമേ നമ്മൾ നീട്ടാൻ പാടുള്ളൂ. അതായത് രണ്ട് ഹർഫുകൾ ഉച്ചരിക്കുന്ന സമയം അത്രേ നമ്മൾ പറയാൻ പാടുള്ളൂ. മീൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 അനക്കം വരെ നീട്ടാം. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വഖഫ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്, നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 അനക്കം വരെ നീട്ടാം. ആമീൻ. എന്ത് പാടില്ല, ഈ പറയുന്ന ഹംസക്ക് 6 അനക്കം നീട്ടം കൊടുത്തുകൊണ്ട് കേൾക്കാറുണ്ട്. അത് പാടില്ല, അത് തെറ്റാണ്. ആമീൻ, അത് ചെയ്യാൻ പാടില്ല. ആമീൻ. മറ്റൊന്നാണ് ആമീൻ. മീമിന് എന്താക്കും, ഷദ്ദ് കൊടുക്കും, ആമീൻ. അതും തെറ്റാണ്. ശരിയായ ഉച്ചാരണം എന്നത് ഇതാണ്. ഹംസക്ക് എന്താക്കുക, മദ് 2 അനക്കം, ആമീൻ. നീ എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണമേ.